ചങ്ങനാശ്ശേരി മുതൽ ആറന്മുള വരെ പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠ ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇതിലാദ്യത്തെ ക്ഷേത്രമായ തൃക്കുടിത്താനം മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൂത്താട്ടുകുളത്തുനിന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ എത്തിച്ചേർന്നത്. 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ വളരെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. വാസ്തുവിദ്യ കൊണ്ടും കരിങ്കൽ കൊത്തുപണി കൊണ്ടും മ്യൂറൽ പെയിൻറ്റിങ് കൊണ്ടും എല്ലാം വളരെയധികം പുകൾപെറ്റ ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം വിവിധ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ആസ്ഥാന കേന്ദ്രവുമായിരുന്നു. പഞ്ചപാണ്ഡവരിൽ ഒരാളായ സഹദേവനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്നത്. മഹാവിഷ്ണുവിൻ്റെ അത്ഭുത നാരായണൻ എന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രത്യേകമായ ഒരു നിർമ്മിതി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കല്ലിൽ കിടക്കുന്ന രീതിയിൽ പൂണൂൽ ധരിച്ച ഇടത് കൈയിൽ ശംഖും ഏന്തിയിട്ടുള്ള ഒരു രൂപം നമുക്ക് കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു സ്ട്രക്ചറിന് പിന്നിൽ കുറച്ച് ചരിത്രപരമായ കഥകളുണ്ട്. തൊട്ടടുത്ത രാജ്യമായ അമ്പലപ്പുഴയിലെ രാജാവായിരുന്ന ചെമ്പകശ്ശേരി രാജാവിന് ചങ്ങനാശ്ശേരി ഭരിച്ചിരുന്ന രാജാവിനോട് കുറച്ച് സ്പർദ്ധയുണ്ടായിരുന്നതായും ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഒന്ന് കുറയ്ക്കുവാനായി അദ്ദേഹം ഇവിടെ ആ സമയത്ത് നട അടച്ച ശേഷം വളരെ സ്ട്രിക്റ്റായിട്ട് പാലിച്ചിരുന്ന ഒരു നിയമം ലംഘിക്കുവാനായിട്ട് അവിടുത്തെ മാരാരെ പ്രേരിപ്പിക്കുകയും ആ സമയത്ത് ശംഖ് ഊതുവാൻ നിർബന്ധിതനാവുകയും ചെയ്തു. ഇതിൽ കുപിതനായ രാജാവ് നിയമലംഘനത്തിനുള്ള ഒരു ശിക്ഷ എന്നോണം എല്ലാവർക്കും ഒരു താക്കീത് എന്നോണമാണ് ഈ ഒരു രൂപം. കഴുവേറ്റിക്കല്ല് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്നത്തെ മാരാരുൾപ്പെടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കഴിവേറ്റി അതിനൊരു താക്കീത് എന്നോണമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ ഇത് സ്ഥാപിച്ചത്. എന്തുകൊണ്ടും ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്.